ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോവാൻ അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ റെഡിയായി അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വണ്ടിമേ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കർമ്മയ്ക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ. അങ്ങനെ ചമ്പ്രോട്ട പാലം കഴിഞ്ഞ് ഇങ്ങനെ പോകട്ടെ. അപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേന് സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് 5 മണി 5:30 ആയിട്ട് പോകുന്നത് തോന്നുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ചെറുതായി കാറ്റ് കൊണ്ടിരിക്കാച്ചിട്ട് ഇങ്ങനെ പോവാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇരുട്ടായി ഗൈസ്. നമ്മളിവിടെ കർമ്മയിലെത്തിയിരിക്കുന്നു ഗൈസ്. ആ കാണുന്നതാണ് കർമ്മ ഐലൻഡ്. ഇപ്പോൾ ഒരുപാട് നേരം വൈകിയത് കാരണം നമുക്ക് ക്ലിയർ ഒന്നുമില്ല വീഡിയോസൊന്നും. കണ്ട് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ചെക്കന്മാരാണ്. ഇരുട്ടായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ കുറച്ച് വെളിച്ചുണ്ട്. കണ്ട ചെക്കന്മാരൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഈവനിങ്ങിലൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ശാന്തി സമാധാനത്തോടു കൂടെ ആരെയും ശല്യമില്ലാണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ ഒരു രസമാണ്. എല്ലാവരും കൂട്ടി വന്നിരിക്കാൻ രസമാണ്. ഒരു ചായയൊക്കെ വാങ്ങി എന്തെങ്കിലും കഴിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങി ഈ പുഴയുടെ തീരത്ത് വന്നിരുന്ന് ഇങ്ങനെ കഴിച്ച് ആ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഒരു വേറെ വൈബ് തന്നെ. ഇവിടെ കർമ്മയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഈ പുഴയുടെ തീരത്താണ് ഇരിക്കുന്നത്. അതാ കാണുന്നതാണ് ചമ്പ്രവട്ടം പാലമാണ് ആ കാണുന്നത്. കാണുന്നില്ലേ? ഇരുട്ടായതുകൊണ്ട് കാണുമോ? ചമ്പ്രവട്ടം പാലാണ് ആ കാണുന്നത്. ഇത് പിന്നെ കർമ്മയ്ക്കുള്ള വഴി റോഡ് കുറേ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത് ഗൈസ്. ആ ഐസ്ക്രീം വണ്ടി അതൊക്കെ ഒന്ന് കാണുന്നുണ്ടോ ആവോ? അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നടന്നു വന്ന്. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നല്ല കൊതുവുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ആളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. അയാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പോൾ ഓക്കെ. അങ്ങനെ അവിടെ ഇരുന്നപ്പോത്തിന് കുറച്ചൊക്കെ കാറ്റ് കൊണ്ടപ്പോത്തിന് തന്നെ എനിക്ക് വിശക്കൽ തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. അങ്ങനെ എവിടെ പോയാലും പുറത്ത് പോയാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ചിന്തയായിട്ട് പോകുന്ന ആൾക്കാരാകുമ്പോൾ എന്നെ പോലത്തെ ആൾക്കാരുണ്ടായി കമന്റ് ഇട്ടാം. അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് തപ്പിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എവിടെ പോയി കഴിക്കും, എന്ത് കഴിക്കും, എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും കഴിക്കുക, കഴിക്കാത്ത എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കണ്ടെത്തി. അങ്ങനെ അവിടെ ഇറങ്ങി കടൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് അതിന് കൂടി സ്നാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കടമുട്ട, അതേപോലെ കട്ട്ലേറ്റ്, സമൂസ, അങ്ങനെ കുറച്ച് സ്നാക്സ് ഉണ്ട്. പിന്നെ ഞാൻ അവരോട് നിങ്ങളിവിടുത്തെ സ്പെഷ്യൽ എന്താണ്, അപ്പോൾ കുറേ ഐറ്റംസ് അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളവിടെ ഓർഡർ ആക്കിയത് പാൽക്കപ്പയും ബീഫും പിന്നെ അതുപോലെ ഒരു കുത്തു പൊറോട്ടയും ഉണ്ട് ഓർഡർ ആക്കിയത്. അപ്പം ഞങ്ങളുടെ പാൽക്കപ്പ ബീഫാണ്. അങ്ങനെ നമ്മളെ ഫുഡ് എത്തി. പിന്നെ ഫുഡ് കണ്ടാൽ ക്ഷമയില്ല. അപ്പോൾ തന്നെ കഴിച്ചു നോക്കി. ഞാൻ മക്കൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഭയങ്കര ചൂടുണ്ടായിരുന്ന കാരണം മക്കളതിൻ്റെ നാവൊക്കെ പൊള്ളി. അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഉണ്ട് ഒരാൾ ഒരു നായ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ട് അയാൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നായകൾ ഒരു കൂട്ടം നായ്ക്കളുണ്ട്. അതിനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു കാഴ്ചയായി തോന്നിയത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളവിടെ ഇങ്ങനെ സംസാരിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അടിപൊളിയാണല്ലോ നൈറ്റിൽ പുറത്തിറങ്ങലൊക്കെ. ഇഷ്ടമുള്ളവരൊന്ന് പറയട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ കമ്പനിക്ക്. ഇത് വ്ളോഗിലിടും. അതിൻ്റെ കൂടെ ഞങ്ങൾ അയ്യോ വരും വരും വരും. കുറച്ച് പട്ടികളെ ഇവിടെ, വേറെ കുറച്ച് പട്ടികൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പ്ലാനും ഇല്ലാണ്ടുള്ള ഇറങ്ങാൻ ഒരു കർമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. ലാസ്റ്റ് ഇത് തൃശ്ശൂർ വരെ പോകേണ്ടിയിരുന്നു മക്കളെ. കഥയാണ്, കണ്ടോളുങ്ങൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കാറ് കയറി ഇങ്ങനെ പോവാണ്. ആദ്യം എവിടേക്ക് പോകണമെന്ന് ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പോവാട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഏതോ ഒരു പള്ളിയാണ്. തൃശ്ശൂരത്തെ പള്ളിയുടെ പേരെന്താ? തൃശ്ശൂർ പള്ളിയാന്ന് തോന്നുന്നു മക്കളെ. പള്ളിയുടെ പേര് എന്തോ സാധനം. സുരേഷ് ഗോപി എന്താ കാട്ടി വന്നിട്ട് എന്തോ കാട്ടിങ്ങ അത്ര അറിയില്ല. അറിയണവര് കമന്റ് ഇടുക. എന്താണോ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പള്ളിന്റെ ഇവിടെ വന്നിട്ട് ഞങ്ങള് പള്ളി കണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി എടുക്കാൻ പോണേ. നമ്മള് നേരെ കൊച്ചിക്ക് പോവാ. അത്ര പോവില്ലെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ശോഭ സിറ്റി കേട്ടോ. അങ്ങനെ ശോഭ സിറ്റിയിൽ എത്തി. അപ്പോൾ ഈ ശോഭ സിറ്റി വരുന്നവർ കണ്ടപ്പോൾ അവിടെ കയറാണ്. അങ്ങനെ കയറിയതാട്ടോ. ഒന്നൊരു പ്ലാനിങ് ഇല്ലല്ലോ. പ്രതീക്ഷിക്കാതെ ശോഭ സിറ്റി
അപ്പം ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്. പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ണാടി കണ്ടാൽ പിന്നെ നമുക്കവിടെ പോസാക്കണം നിർബന്ധം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും. മറ്റുള്ളൊരു ഫുഡ് കഴിച്ചില്ലേ, ഞങ്ങൾ ഫുഡ് കഴിച്ചിരിക്കണം. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാച്ചിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ പോണ വഴിയിലുണ്ട് ഒരു ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു പുൽക്കൂടൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. കുറേ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ കാലിയാണ്, പറ്റിച്ചതാണ് അവർ നമ്മളെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി. എവിടെ പോയാലും ഫുഡ് കഴിക്കണം ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണം. അപ്പോൾ ഒരു സാൻഡ്വിച്ചും അതുപോലെ കൊക്കക്കോള ഒക്കെ ഓർഡർ ആക്കി. ഞങ്ങൾ കൂടുതൽ മറ്റൊരു അപ്പം ബീഫൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് താഴേക്ക് ഇറങ്ങാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നല്ല സെറ്റാക്കിയിരിക്കുന്നു അവിടെ. ട്രീ ഒക്കെ ഉണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക്. നല്ല ഫ്ലാറ്റൊക്കെ നൈറ്റ് ആയത് കാരണം ഈ സ്റ്റാറൊക്കെ തൂക്കിയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം ഭംഗിയിൽ മരങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ വിഷ്ണു. സാന്ദ്ര ഇരിക്കേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന് കാണാം കേട്ടോ. അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഈ ലൈറ്റൊക്കെ ഓരോ ട്രീസിൻ്റെ ഒക്കെ ഇടയിൽ ഫുൾ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചുറ്റി കണ്ട്. അതേപോലെ ചെറിയ പൂളിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ കളിക്കാനുള്ള തോന്നുന്നു. നമ്മൾ മോർണിംഗിലല്ലോ പോയത്, നമ്മൾ ഈവനിങ് പോയ കാരണം നൈറ്റായപ്പോൾ അവിടെ എത്തി. അത് നമുക്കൊന്നും കാണാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ അതൊരു പ്രതീക്ഷിക്കാത്ത വരവും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എന്തായാലും നല്ല വൈബായിരുന്നു. കാരണം ഈ ഒരു പോക്ക് പ്രതീക്ഷിക്കാതെ നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് എന്താ പറയുക ഉണ്ടാകുമ്പോൾ നമുക്കത് മറക്കാൻ പറ്റില്ല എന്നറിയില്ല. അതേപോലെ തന്നെ അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയതുണ്ടായതാണിത്. പ്ലാൻ ഇട്ടിട്ടാണെങ്കിൽ നമ്മളതൊന്നും നടക്കൂല. പ്ലാൻ ഇടാത്ത കാരണം ഒക്കെ എന്തായാലും സെറ്റായി. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും റിട്ടേൺ അടിക്കാൻ പോകട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് കുറച്ച് പാട്ടൊക്കെ വിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.